ബാലിയിൽ നിന്നും ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുന്ന, എന്നാൽ നമ്മുടെ നാട്ടുകാർ അധികമൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് ജാവ. ഈസ്റ്റ് ജാവയിലെ മലാങ്ങിൽ നിന്നും 70 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തുമ്പക് സേവു. തുമ്പക് സേവു എന്ന വാക്കിന്റെ അർത്ഥം 1000 വെള്ളച്ചാട്ടങ്ങൾ എന്നാണ്. 120 മീറ്റർ ഉയരം വരുന്ന തുമ്പക് സേവു വാട്ടർഫോളും അതിനടുത്തുള്ള ചെറിയ കുറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഒരു ഫൺ ആൻഡ് അഡ്വഞ്ചറസ് ട്രക്കിംഗ് ആണ് ഈ വീഡിയോയിൽ. സമയം രാവിലെ 5:30 ആവാറായി. ഞങ്ങളിപ്പോൾ തന്നെ തുമ്പക് സേവു വാട്ടർഫോളിലേക്ക് പോവുകയാണ്. ഇത്ര രാവിലെ പോകുന്നതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, നമുക്ക് തിരിച്ച് മലാങ്ങിലേക്ക് അധികം വൈകാതെ തന്നെ പോകണം. കാരണം നമ്മൾ വന്ന റോഡിൽ നല്ലപോലെ ട്രാഫിക് ഉണ്ടാവും തിരിച്ചു പോകുമ്പോൾ എന്നാണ് കേട്ടത്. വന്നതിനേക്കാളും ഡബിൾ ടൈം എടുക്കുന്നതാണ് ഇവർ പറഞ്ഞത്. അതേപോലെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ തുമ്പക് സേവു വാട്ടർഫോൾ ഏരിയയിൽ ഒരു ടിക്കറ്റിംഗ് മാഫിയ പോലെയുണ്ട്. ഇവർ ഇല്ലീഗലായിട്ട് ഒരുപാട് പൈസ വാങ്ങും, എസ്പെഷ്യലി ഫോറിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര രാവിലെ പോയി നോക്കണേ. നമ്മൾ വിചാരിച്ച പരിപാടി നടന്നില്ല. കാരണം അവരൊരാളെ ഇവിടെ നിർത്തിയിട്ടുണ്ടായി എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ. അയാൾ വന്ന് നമ്മളെ കൂടെ ടിക്കറ്റ് എടുപ്പിച്ചിട്ടേ വിട്ടോളൂ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 4 മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. 5 മണി ആയപ്പോഴേക്കും ഒരാളെ അവർ നിർത്തിയിട്ടുണ്ടായി. ഇത് പേ ചെയ്തു, കുഴപ്പമില്ല. ഇനി താഴെ ചെല്ലുമ്പോൾ വീണ്ടും ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ, കുറച്ച് ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ വരാതെ ഇരുന്നാൽ മതി. ഈ പേ ചെയ്ത് കുഴപ്പമില്ല എന്ന് വയ്ക്കാം. പനോരമിക് വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ പോയത് തുമ്പക് സേവു വാട്ടർഫോളിൻ്റെ താഴെ ഭാഗത്തേക്കാണ്. കോൺക്രീറ്റും സ്റ്റീലും കൊണ്ടുണ്ടാക്കിയ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം താഴേക്ക് പോകാനായിട്ട്. വേനൽക്കാലം ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സൈഡിൽ കാണുന്ന പാറകളിൽ നിന്നൊക്കെ വെള്ളച്ചാട്ടം പോലെ വെള്ളം ഒഴുകി വരുവാണ് ട്രക്കിംഗ് പാത്തിലൂടെ. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തെന്നലും ഉണ്ട്. ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. കുറേ വാട്ടർ ക്രോസിങ്ങുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ ട്രക്ക് ചെയ്യാനായിട്ട് ഷൂസിനേക്കാളും നല്ലത് നല്ല ഗ്രിപ്പുള്ള സാൻഡൽസാണ്. അല്ലെങ്കിൽ ഇവിടെ മുകളിലുള്ള കടകളിൽ വാട്ടർ ഷൂസ് വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഒരു ക്യാനിയൻ പോലത്തെ സ്ഥലത്തേക്കാണ് വന്നത്. ചുറ്റും മലകളാണ്. ഇതിവിടെ അരുവി ഒഴുകുന്നുണ്ട്. അതിൻ്റെ ആ സൈഡിലേക്ക് പോയാലാണ് നമുക്ക് വാട്ടർഫോൾ എത്താൻ പറ്റുക. ഇനി ഈ കാണുന്ന ചെറിയ റിവർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം. ഇവിടെ ക്രോസ് ചെയ്യാനായിട്ടൊരു കയറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല മഴക്കാലത്ത് വരുവാണെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നവംബർ തൊട്ട് ഏപ്രിൽ വരെയാണ് ഈസ്റ്റ് ജാവയിൽ മഴക്കാലം ഉള്ളത്. അപ്പോൾ പീക്ക് റെയിനി സീസണിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ പനോരമിക് വ്യൂ പോയിന്റ് വന്നിട്ട് ആ വ്യൂ കണ്ടിട്ട് തിരിച്ചു പോകേണ്ടി വരും. ഇതേപോലെ വാട്ടർഫോളിൻ്റെ താഴെ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല. നല്ല ഒഴുക്കുണ്ട്. വാട്ടർഫോളിൻ്റെ ഫസ്റ്റ് വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. പനോരമിക് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുന്ന പോലെ അല്ല കേട്ടോ ഇവിടെ നോക്കുമ്പോൾ. ഈ വാട്ടർഫോളിൻ്റെ വലിപ്പവും അതേപോലെ ഇവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ എനർജിയും ഫോഴ്സും ഒക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ താഴെ വന്ന് നിൽക്കണം. തുമ്പക് സേവു എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് 1000 വാട്ടർഫോൾസ് എന്നാണ്. 1000 വെള്ളച്ചാട്ടങ്ങൾ ഒന്നിച്ചൊരു സ്ഥലത്തുണ്ടായാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് തുമ്പക് സേവു വാട്ടർഫോൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നാട്ടിൽ പല വാട്ടർഫോൾസിലും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ വാട്ടർഫോൾ ഇങ്ങനെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ അത്. ഞങ്ങൾ തുമ്പക് സേവു വാട്ടർഫോളിലെ ഗോവ ടെറ്റസ് എന്ന് പറഞ്ഞ വാട്ടർഫോളിലേക്ക് പോവാണ്. ഇന്നലെ നമ്മൾ വന്ന സെയിം സ്ഥലമാണ് ഗോവ ടെറ്റസ്. പക്ഷെ നമ്മൾ വേറെ വഴിക്കാണ് വന്നത്. അപ്പോൾ ഈ പാർട്ടിലേക്കൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോയി നോക്കുവാണ് അവിടെ.
ഇവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ട്രക്കിംഗ് റൂട്ടുണ്ട്. വാട്ടർഫോൾസൊക്കെ കണ്ട് നനഞ്ഞ് കുളിച്ച ഒരു ട്രക്കിങ്ങും വാട്ടർഫോൾസുമാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ വാട്ടർഫോൾ ട്രക്കിങ്ങിൻ്റെ ഐഡിയ ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമായി. ഈ ട്രക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് 2 പേരെ കൂടെ കൂട്ടിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റഷ്യയിൽ നിന്നുള്ള അലക്സും അർമേനിയയിൽ നിന്നുള്ള തമാരയും. എല്ലായിടത്തും വലിഞ്ഞു കയറുന്ന ഒന്നും പേടിയില്ലാത്തൊരു അഡ്വഞ്ചർ ട്രാവലറാണ് അലക്സ്. തമാരയാണെങ്കിൽ ഒരു MMA ഫൈറ്ററുമാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളൊരു പ്രൊഫഷണൽ ഫൈറ്ററിനെ പരിചയപ്പെടുന്നത്. 2 പേരും നമുക്ക് പറ്റിയ സെയിം വൈബുള്ള ആൾക്കാരാണ്. അലക്സ് ശരിക്കും ഇന്നലെ ഇവിടെ വന്നതാണ് കേട്ടോ. ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പുള്ളി ഇന്ന് വീണ്ടും വന്നത്. ഇവിടെ വാട്ടർഫോളിൻ്റെ മുകളിലായിട്ട് ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അലക്സ് ഫ്രണ്ടിൽ നടക്കുന്നത്. അവിടെ ഒരു കേവിൽ വന്നേക്കുവാണ്. കേവിൻ്റെ ഉള്ളിലാണ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. Здесь это. О, далековато. My friend. Oh. And this. Should I keep here? Oh, we can swim here, guys. Let's go. Yeah. Yes. അലക്സ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സ്പോട്ടിൽ വരാൻ തീരെ ചാൻസ് ഇല്ല. കാരണം ഈ സ്ഥലം പുറത്തുനിന്ന് കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അതേപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വഴി നല്ല റിസ്കി ആയിട്ടാണ് തോന്നുള്ളൂ. പാറപ്പുറത്തോടെ അള്ളിപ്പിടിച്ചും വെള്ളച്ചാട്ടത്തിൽ ഊർന്നിറങ്ങിയൊക്കെയാണ് ഇവിടെ എത്താൻ പറ്റുന്നത്. ശരിക്കും കാണുന്ന അത്ര റിസ്കി അല്ല കേട്ടോ. അത്യാവശ്യം ശ്രദ്ധിച്ച് പതുക്കെ ഇറങ്ങുവാണെങ്കിൽ സേഫ് ആയിട്ടുള്ള റൂട്ടാണിത്. ഉള്ളിലോട്ട് പോയാൽ കേവിന് ഉള്ളിലോട്ട് നമുക്ക് പോകാനുള്ള വഴികളുണ്ട്. ഞങ്ങൾ പോയിട്ടുള്ളത് വെച്ച് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമായിട്ട് മാറി ഈ തുമ്പക്സോയ് വാട്ടർഫോൾ. കാരണം നേരത്തെ പറഞ്ഞല്ലോ, കുറേ അധികം വാട്ടർഫോൾസ് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും വാട്ടർഫോളിലൂടെ ഇതേപോലത്തെ ഒരു ട്രക്കിങ് ആദ്യമായിട്ടാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആൻഡ് ഫണ്ണായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ തുമ്പക്സോയ് വാട്ടർഫോളിൽ കൂടെയുള്ള ട്രക്കിങ്. അപ്പോൾ വാട്ടർഫോളും ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്ഥലം ഇഷ്ടമാവും. ഞങ്ങളങ്ങനെ തുമ്പക്സേവിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തുമ്പക്സേവ് മാത്രമല്ല, ഈസ്റ്റ് ജാവയിലെ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ നല്ലതായിരുന്നു. ഇജൻ, ബ്രോമോ, അതേപോലെ തുമ്പക്സേവ്, ഈ 3 സ്ഥലങ്ങളാണ് ഞങ്ങൾ ഈസ്റ്റ് ജാവയിൽ മെയിനായിട്ട് പോയത്. ഈ 3 സ്ഥലങ്ങളും എന്താണ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന് പറയുന്ന പോലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഈസ്റ്റ് ജാവയിൽ നിന്ന് സെൻട്രൽ ജാവയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഒരു കരിമുഞ്ചാവ എന്നൊരു ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു 3 ദിവസം അവിടെ ആയിരിക്കും. പക്ഷേ കരിമുഞ്ചാവ എത്താനായിട്ട് നമുക്ക് 2 ദിവസത്തെ യാത്രയുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ കരിമുഞ്ചാവയിൽ നിന്നായിരിക്കും.
Thank